നമ്മൾ വിദ്യാഭ്യാസത്തിന് വേണ്ടിയൊക്കെ ഒരുപാട് പണം ഇന്നത്തെ കാലത്ത് ചിലവഴിക്കുന്നുണ്ട്. വലിയ വലിയ ബ്രാൻഡഡ് സ്കൂളുകളിലും ബ്രാൻഡഡ് കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും ഒക്കെയാണ് നമ്മുടെ കുട്ടികളെയൊക്കെ കൊണ്ട് പഠിപ്പിക്കുന്നത്. ഞാൻ ഈ കഴിഞ്ഞ അവധി ദിവസങ്ങളിലൊക്കെ യൂത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല ട്രെയിനിങ് പ്രോഗ്രാമുകളിലും പല കോൺഫറൻസുകളും ഒക്കെ പങ്കെടുത്തു. അവിടെ എല്ലാം ഞാൻ ജനറലായിട്ട് കണ്ടൊരു കാര്യം, കുട്ടികളുടെയൊക്കെ ബേസിക് ആയിട്ടുള്ള പല കാര്യങ്ങളിലും ഒരു മാറ്റവും വന്നിട്ടില്ല. ഇറസ്പെക്റ്റീവ് ഓഫ് വെയർ ദേ സ്റ്റഡി ആൻഡ് വാട്ട് കൈൻഡ് ഓഫ് സ്കൂളിംഗ് ദേ ഹാവ്. എല്ലാവരിലും ഒരു ജനറലായിട്ടുള്ള കുറവുകൾ, ഒരു 90% കുട്ടികളിലും ആത്മവിശ്വാസത്തിൻ്റെ ഒരു കുറവ്, ഒരു മനോഭാവത്തിൻ്റെ കുറവ്, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലില്ലാത്തതിൻ്റെ കുറവ് എല്ലായിടത്തും കാണുന്നുണ്ട്. കാരണം നമ്മളൊരു ഇത്ര നല്ലൊരു ക്ലാസ്സൊക്കെ അവർക്ക് കൊടുത്താൽ അതിലൊക്കെ അവരെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊക്കെ ഇരുത്താൻ കഴിയുമെങ്കിലും അത് കഴിഞ്ഞുള്ളൊരു ഡിസ്കഷനാണ് ഒരു പ്രോഗ്രാമിൻ്റെ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു നിലവാരത്തെ ഉയർത്തേണ്ടത്. പക്ഷെ ആ ഒരു ഡിസ്കഷൻ പാർട്ടിലേക്ക് വരുമ്പോൾ ഇന്നത്തെ കുട്ടികൾക്ക് അതിലൊന്നും ഇഫക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അതിന് വേണ്ട ഒരു അവയർനെസ് അവർക്കില്ല, അതിന് വേണ്ട ചില സ്കിൽസ് അവർക്കില്ല, ഒരു ആറ്റിറ്റ്യൂഡില്ല, കോൺഫിഡൻസ് ഇല്ല. ഇതെങ്ങനെ പരിഹരിക്കുക? ഇതൊക്കെ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ്? അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അവധിയായിരുന്നതുകൊണ്ട് പല യൂത്ത് ക്യാമ്പുകളിലൊക്കെ പങ്കെടുത്തു. യൂത്തിൻ്റെ പല സെഷൻസൊക്കെ എടുക്കാൻ അവസരം കിട്ടി. വ്യത്യസ്തമായ സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോഴും കോമണായിട്ട് കണ്ട ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ വയ്യ. ഒരുപക്ഷെ ഒരു 15 വയസ്സിന് 25 വയസ്സിന് ഇടയ്ക്കുള്ള ചെറുപ്പക്കാരെയാണ് കണ്ടുമുട്ടിയതെങ്കിലും പല ആൾക്കാരിലും ഒരു ഇത്തരം കാര്യങ്ങളോടൊക്കെ അല്ലെ ഒരു ക്ലാസ്സിനോടോ അല്ലെ ഒരു സെഷനോടോ ഒക്കെ പ്രതികരിക്കാൻ, ഒരു ആക്റ്റീവായിട്ടും ഹെൽത്തി ആയിട്ടും പ്രതികരിക്കാനുള്ള ഒരു വൈകല്യം പല സ്ഥലങ്ങളിലും കണ്ടു. അവർ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊക്കെ അവരെ ഇരുത്താനൊക്കെ കഴിഞ്ഞു, വളരെ ഹാപ്പി ആയിട്ടൊക്കെ ആ ക്ലാസ്സൊക്കെ പോയെങ്കിലും ഒരു ചോദ്യോത്തര വേളയൊക്കെ വരുമ്പോൾ അല്ലെ അവരുടെ ഒരു പാർട്ട് നിർവഹിക്കേണ്ട ഒരു സമയം വരുമ്പോൾ, അപ്പം നമ്മുടെ ഒരു പാർട്ടാണ് അവരെ വളരെ എക്സൈറ്റഡ് ആക്കി നിർത്തുക, അവരെ ഇൻസ്പയർഡ് ആക്കി നിർത്തുക, ഇൻട്രസ്റ്റിംഗ് ആക്കി നിർത്തുക. അതൊക്കെ ഒരു സ്പീക്കർ എന്ന നിലയിൽ, റിസോഴ്സ് പേഴ്സൺ എന്ന നിലയിൽ എൻ്റെ ഉത്തരവാദിത്തമാണ്, കടമയാണ്. അത് ഞാൻ കഴിവതും പരമാവധി ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരാളുമാണ്. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് അവരുമായിട്ട് ഒരു ഡിസ്കഷനിലേക്കോ അല്ലെങ്കിൽ ഒരു ചോദ്യോത്തര വേളയിലേക്കോ ഒക്കെ വരുമ്പോൾ നമ്മൾ കാണുന്നത് പെട്ടെന്ന് ആ കുട്ടികൾ വളരെ വേറൊരു മോഡിലേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത്. ഒന്നാമത് പലപ്പോഴും അവരിലൊരു ആറ്റിറ്റ്യൂഡ്, ഒരു ചോദ്യോത്തര വേളയിൽ ഒരു ചോദ്യം ചോദിക്കേണ്ട ഒരു ഉത്തരവാദിത്വം എനിക്കും ഉണ്ട് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് തന്നെ പല കുട്ടികളിലും ഇല്ല. അത്തരം സമയമൊക്കെ വരുമ്പോഴത്തേക്ക് അവരുടെ ജോലി കഴിഞ്ഞു, അല്ലെ ക്ലാസ് കഴിഞ്ഞതോടെ അവരുടെ ജോലി കഴിഞ്ഞു, ഇനി ഈ ചോദ്യോത്തര വേളയിൽ എനിക്കൊരു റോളില്ല എന്ന് ചിന്തിക്കുന്ന കുട്ടികളാണ് ബഹുഭൂരിപക്ഷവും ഞാൻ കണ്ടത്. അത് അത്ര നല്ല ഒരു കാര്യമല്ല. കാരണം വളരെ അവരെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അതുവരെ ചർച്ച ചെയ്തിരുന്നത്. അതിലൊക്കെ അവരുടെ ഇൻട്രസ്റ്റൊക്കെ സസ്റ്റെയിൻ ചെയ്ത് തന്നെ നിർത്തുകയും ചെയ്തിട്ട് പോലും അവർക്ക് അത്തരം ഒരു ചർച്ചയിൽ ആരോഗ്യപരമായി പങ്കെടുക്കാനുള്ള മനോഭാവമില്ല എന്നുള്ളത് അവരുടെ ഒരു ഗ്രൂമിങ്ങിൻ്റെ പ്രശ്നമാണ്. ഞാൻ ഇത് എടുത്തു പറയാൻ കാരണം അങ്ങനെയുള്ള കുട്ടികൾക്ക്, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഇല്ലാത്ത ഒരു കുട്ടിയെ സംബന്ധിച്ച് അതിന് ഒരു ജീവിത വിജയം കിട്ടാനോ അല്ലെങ്കിൽ ഒരു നല്ല ജോലി കിട്ടാനോ നല്ലൊരു കരിയർ ലഭിക്കാനോ ഒക്കെയുള്ള സാധ്യതകൾ കുറയും. നമ്മൾ പേരൻസ് എല്ലാം ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് കുറേ ട്യൂഷനും കോച്ചിങ്ങും ഒക്കെ കൊടുത്ത് അവരെ നല്ല മാർക്കുള്ളവരാക്കി വലിയ വലിയ ഡിഗ്രികളൊക്കെ എടുപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം ഈ കുട്ടികളുടെ എല്ലാം ഒരു പ്രൊഫൈൽ നോക്കുമ്പോൾ അവരെല്ലാം വലിയ വലിയ കോഴ്സുകൾ പഠിക്കുന്നു, എല്ലാവരും തന്നെ സയൻസൊക്കെ പഠിക്കുന്ന കുട്ടികളാണ്, വലിയ വലിയ ലക്ഷ്യങ്ങളൊക്കെ ഉള്ള കുട്ടികളാണ്. പക്ഷേ അതിനനുസരിച്ച് അവർക്കൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ആറ്റിറ്റ്യൂഡ് ഓഫ് ഇൻക്വയറി അവരിലുണ്ടോ, ഒരു ആറ്റിറ്റ്യൂഡ് ഓഫ് ക്വസ്റ്റ്യനിങ് ഉണ്ടോ, ഒരു ആറ്റിറ്റ്യൂഡ് ഓഫ് ഡിസ്കഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതൊന്നും അവരിൽ കാണുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ എങ്ങനെയാണ് ഈ വലിയ ഒരു ബില്ലിങ്, അവരുടെ ആ ഒരു വലിയ റേറ്റിംഗ് എങ്ങനെ സസ്റ്റെയിൻ ചെയ്യുമെന്നുള്ളതിലാണ് എൻ്റെ കൺസേൺ. ഇത് പേരൻസും ടീച്ചേഴ്സും ഇത്തരം സാമൂഹിക സാംസ്കാരിക സംഘടനകളും ഒക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും അത്തരത്തിലുള്ള നല്ല ഒരു പ്രോഗ്രാമിലൊക്കെ പല കുട്ടികളും ട്രെയിൻഡ് ആയിട്ടില്ല എന്ന് തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഒരു 10% കുട്ടികളുണ്ട്, അതിലൊക്കെ എക്സെപ്ഷണലായിട്ട് നിൽക്കുന്ന ഒരു 10% കുട്ടികളുണ്ട്. പക്ഷേ ആ 10% കുട്ടികളൊന്നും അല്ലല്ലോ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ആറ്റിറ്റ്യൂഡ് കൃത്യമായി സെറ്റ് ചെയ്യാൻ നമ്മുടെ പല കുഞ്ഞുങ്ങളെയും നമ്മളൊന്ന് നോക്കുമ്പോൾ അവർക്കൊരു ഐ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ തന്നെ പേടിയാണ്. അതുപോലെ കണ്ടൊരു കാര്യം അവരുടെ സെൽഫ് കോൺഫിഡൻസാണ്. ആത്മവിശ്വാസമുള്ള കുട്ടികളുടെ എണ്ണം നന്നേ കുറഞ്ഞു വരുന്നു.
അത് ഒരു സ്ഥലമെന്നല്ല, ഞാൻ പോയ പല സ്ഥലങ്ങളും വ്യത്യസ്തമായ വളരെ വിഭിന്നമായ വ്യത്യസ്തമായ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലും ഏരിയകളിലും ഒക്കെയാണ് പോയതെങ്കിലും എല്ലായിടത്തും കോമൺ ആയിട്ട് കാണുന്നൊരു കാര്യമാണ് ആത്മവിശ്വാസത്തിൻ്റെ ഒരു കുറവ്. പൊതുവെ ഒരു ആത്മവിശ്വാസം ഇല്ല. വലിയ വലിയ ലക്ഷ്യങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, പക്ഷേ ആ ഒരു ആഗ്രഹങ്ങളിലേക്ക് പോകാൻ വളരെ പ്രധാനമായി വേണ്ടത് ഒരു ആത്മവിശ്വാസമാണ്. അവനവന് വിശ്വാസം ഉണ്ടായിട്ടേ കാര്യമുള്ളൂ. എനിക്ക് തോന്നുന്നു ചില കോഴ്സുകളിലൊക്കെയാണ് വിശ്വസിക്കുന്നത്, ചില മേഖലകളിലൊക്കെയാണ് വിശ്വസിക്കുന്നത്. ഒരു കോഴ്സും ഒരു മേഖലയും നമ്മളെ എങ്ങും എത്തിക്കാൻ പോകുന്നില്ല. നമ്മളിൽ ഒരു സാധ്യത നിലനിർത്തിയാൽ മാത്രമേ നമുക്ക് എവിടെയെങ്കിലും ഒരു അച്ചീവ്മെൻറ്റ് സൃഷ്ടിക്കാനായിട്ട് പറ്റുള്ളൂ. ഇനിയുള്ള കാലം നമ്മുടെ വാല്യൂ കൂട്ടുക, നമ്മുടെ ഒരു മാസ്റ്ററി, അതാണ് ലോകത്ത് വിൽക്കാൻ പോകുന്നത്. അത് ആത്മവിശ്വാസമാണ് അതിൻ്റെ ഏറ്റവും അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത്. വേറൊന്ന് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. പല കുട്ടികൾക്കും ഒരു ചോദ്യം ചോദിക്കാനോ എഴുന്നേറ്റ് ഒന്ന് 2 വാക്ക് പറയാനോ ഒരു ഗ്രൂപ്പിൽ ഒന്ന് സംസാരിക്കാനൊക്കെയുള്ള കഴിവ് വളരെ കുറവായിട്ട് കാണുന്നു. ഓരോ വർഷം കഴിയുന്നവർ ഇത് കുറഞ്ഞു വരികയാണ്. ഇതിനൊരു വലിയ കാര്യം ഇവരുടെ സ്ക്രീൻ ടൈം ഒത്തിരി കൂടുതലാണ്. അങ്ങനെയുള്ള നമ്മൾ പിന്നെ ഈ അടുത്തിടെ ഒരാൾ പറഞ്ഞ പോലെ ഞങ്ങളുടെ സ്കൂളിലെ എല്ലാ ക്ലാസ്സും ഡിജിറ്റൽ ബോർഡുണ്ട്, ഇൻറ്ററാക്റ്റീവ് പാനലുണ്ട്, അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഓരോ വർഷം കഴിയുന്തോറും കുട്ടികളുടെ ഹ്യൂമൻ സ്കില്ലും ലൈഫ് സ്കില്ലും പിന്നെ ഡിസ്കഷണൽ സ്കില്ലും ഒക്കെ കുറഞ്ഞു വരുന്നതാണ്. ഈ മെഷീനുകൾ അതിൻ്റെ ആക്ടിവിറ്റീസ് കൂട്ടുന്നതിനനുസരിച്ച് മനുഷ്യനിലെ ആക്ടിവേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറയുന്നു. ഇതൊരു വാസ്തവമാണ്. മെഷീനാണ് ഇപ്പോൾ എല്ലാം ചെയ്യുന്നത്. നമ്മൾ പാസീവായിട്ട് ഇരുന്ന് കൊടുത്താൽ മെഷീൻ എല്ലാം ചെയ്യുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ മെഷീൻ്റെ ക്വാളിറ്റി കൂടുകയും മനുഷ്യൻ്റെ ക്വാളിറ്റി കുറയുകയും ചെയ്യുന്നു. നാളെ ഇത് തന്നെയാണ് നമ്മൾ എക്സ്പയർഡ് ആകാനും നമ്മൾ ഔട്ട്ഡേറ്റഡ് ആകാനും നമ്മൾ ഡിസ്കാർഡഡ് ആകാനുമുള്ള കാരണമായി മാറാൻ പോകുന്നു. ഇപ്പോൾ പല കുട്ടികളിലും ഒരു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലില്ല. വേറൊരു കാര്യം കണ്ടത്, ഒരു കോണ്ടെക്സ്റ്റിലെ ഒരു അണ്ടർസ്റ്റാൻഡിങ് കുറവാണ്, ഒരു ജനറൽ അവെയർനെസ്. നമ്മൾ പല കഥകളും പല കാര്യങ്ങളും നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പല കാര്യങ്ങളും അവർക്ക് അറിയില്ല. എക്സെപ്റ്റ് ഈ സിനിമ അങ്ങനെയൊക്കെയുള്ള അല്ലെ റീൽസ് അങ്ങനെയൊക്കെയുള്ള ചില സെലിബ്രിറ്റീസ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒഴിച്ചാൽ സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളോടും അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ നടക്കുന്ന പല കാര്യങ്ങളോടും ഒന്നും അവയർനെസ് ഇല്ല. എന്നാൽ ഇവർ ഈ വിദേശ രാജ്യത്തൊക്കെ പോകാൻ ലക്ഷ്യം വെച്ചിരിക്കുന്ന ആൾക്കാരാണ്. ടെക്നോളജി രംഗത്ത് തന്നെ വരുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ചലഞ്ചസും ഒന്നും പല കുട്ടികൾക്കും അറിയില്ല. അതുകൊണ്ട് എന്താ കുഴപ്പം? അവരെ ഈ കരിയറൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ ഒരുപാട് അബദ്ധങ്ങൾ സംഭവിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാനൊരു പയ്യനോട് ചോദിച്ചപ്പോൾ അവൻ പ്രത്യേകമായിട്ട് പഠിക്കാൻ പോകുന്നതെന്ന് പറയുന്നത് ജെനറ്റിക്സിലെ ഒരു അഡ്വാൻസ്ഡ് മേഖലയിൽ പഠിക്കാൻ പോകുന്നു. +2 കഴിഞ്ഞ പയ്യനാണ്. ഞാൻ പറഞ്ഞ മോനെ കുറച്ചുകൂടെ ഒരു ബയോളജിയൊക്കെ പഠിച്ച് മേളോട്ട് ചെന്നിട്ട് സ്പെഷ്യലൈസ് ചെയ്താൽ പോരെ. അതൊന്നും പറ്റില്ല. എല്ലാം നേരെ പോയി ഭയങ്കര ഹൈലി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും റോബോട്ടിക്സും ജെനറ്റിക്സും ഇൻഫോമാറ്റിക്സും ഇങ്ങനെയൊക്കെയുള്ള ഈ കേട്ടാൽ വലിയ ഒരു ഗമ തോന്നുന്ന കാര്യങ്ങളുടെയൊക്കെ പുറകിന് പോകണം. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും വലിയ വലിയ ക്വാളിറ്റിയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ ഗ്രാജുവേറ്റ് ലെവലിൽ ഫൗണ്ടേഷണലായിട്ട് കോറായിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ പഠിപ്പിക്കുന്നത്. അതെന്തിനാണ് അങ്ങനെ പഠിപ്പിക്കുന്നത്? ഈ ഹൈലി സ്പെഷ്യലൈസ്ഡ് ആയിട്ട് കുട്ടികൾ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ മേഖല തന്നെ ചിലപ്പോൾ നാളെ ഒബ്സലീറ്റ് ആയാൽ അവൻ്റെ ഭാവി തീർന്നു, അവന് പിന്നെ ഒരു ചാൻസും ഇല്ലാതാവും. അതുപോലെ തന്നെ ഹൈലി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള മേഖലയിൽ ഒരാൾ അതുമാത്രം പഠിച്ച് മുമ്പോട്ട് പോയാൽ അവർക്കൊരു ജനറൽ ആയിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് ആ ഒരു ഓർഗനൈസേഷനിലെ ഒരു ഹയർ പോസ്റ്റിലേക്കൊക്കെ അവരെ പ്രൊമോട്ട് ചെയ്യാൻ തന്നെ പ്രയാസമായിരിക്കും. കാരണം അവർക്ക് ആ കാര്യം മാത്രമേ അറിയുള്ളൂ, വേറൊന്നും അറിയില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് വലിയ പ്രശ്നങ്ങൾ നാളെ ഉണ്ടാകും. കാരണം ഈ ഏതെങ്കിലും ഒരു രംഗത്ത് തൊഴിൽ നഷ്ടപ്പെട്ടാലൊക്കെ അവർക്ക് ഒന്ന് റീഓർഗനൈസ് ചെയ്ത് തിരിച്ചു കയറി വരാനൊക്കെ ബുദ്ധിമുട്ട് വരും. പല കാര്യങ്ങളെക്കുറിച്ച് അവർക്കൊരു ജനറൽ അണ്ടർസ്റ്റാൻഡിങ് കാണില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഡിസിഷൻ മേക്കിംഗ് ഒക്കെ പോറാകാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് പല പേരൻസ് ഭയങ്കര അഭിമാനത്തോടു കൂടിയാണ് പറയുന്നത്, എൻ്റെ മോൻ അങ്ങനത്തെ. ഇതെന്താണെന്ന് ചോദിച്ചാൽ ഇതെല്ലാം ഈ സോഷ്യൽ അവയർനെസ് ഇല്ലാത്തത് കൊണ്ടാണ്. നല്ല നല്ല ആൾക്കാരെ ഒന്നും കേൾക്കുന്നില്ല, വിവരമുള്ളവരുമായിട്ട് സംസാരിക്കുന്നില്ല, വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കോഴ്സുകളുടെയൊക്കെ പുറകിന് പോവുകയാണ്. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളൊക്കെ അങ്ങനെയുള്ള കുട്ടികളെയും മാതാപിതാക്കളെയൊക്കെ ആകർഷിക്കാനായിട്ട് അതുപോലുള്ള ഭയങ്കര കോഴ്സുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തോ ഭയങ്കര സംഭവമാണെന്ന് വിചാരിച്ചിട്ടാണ് ഈ പോകുന്നത്. എനിക്കറിയാവുന്ന ഒരു കുട്ടി പിന്നെ സ്പോർട്സിൻ്റെ ഒരു സ്പെഷ്യലൈസ്ഡ് കോഴ്സ് എടുക്കാനായിട്ട് ബോംബെക്ക് പോയി. ഒരു സ്പോർട്സുമായി ബന്ധപ്പെട്ടൊരു സ്പെഷ്യലൈസ്ഡ് കോഴ്സാണ്. ആ കുട്ടിക്ക് സയൻസ് പോലും അറിയില്ല. ആ സ്പോർട്സ് സയൻസുമായി ബന്ധപ്പെട്ടൊരു കോഴ്സാണ്. സയൻസിൽ പോലും ഒരു ഗ്രാഹ്യമില്ലാത്ത കൊമേഴ്സ് എടുത്ത പയ്യനാണ് അത് പഠിക്കാൻ പോയത്. അവിടെ ചെന്ന് ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ തന്നെ ആ കുട്ടിക്ക് അത് പഠിക്കാൻ വയ്യ. ബാംഗ്ലൂരിൽ പോയ ഒരു കുട്ടിയുടെ കാര്യവും അത് തന്നെയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പഠിക്കാനായിട്ട് പോയി. അവിടെ ചെന്നു, അവിടെ കുട്ടിക്കൊന്നും മനസ്സിലാകുന്ന പോലുമില്ല. കാരണം അവൻ്റെ കയ്യിൽ ഫിസിക്സ് ഇല്ല, കണക്കില്ല, ഒന്നുമില്ല.
ശരിക്കുള്ള ബയോളജി പോലും നേരെ ഒന്ന് മനസ്സിലാക്കാതാണ് ജെനറ്റിക്സ് ഒക്കെ പഠിക്കാനായിട്ട് ഓരോ കുട്ടികളൊക്കെ പോകുന്നത്. അപ്പം പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കിയാലേ നമ്മുടെ കരിയറിലൊക്കെ നമുക്കൊരു ആദ്യം വേണ്ടത് നമുക്ക് അടിസ്ഥാനപരമായ ഒരു അണ്ടർസ്റ്റാൻഡിങ് മാത്രമല്ല. ഈ ജനറൽ കോഴ്സുകളും കോർ കോഴ്സുകളും ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ പഠിക്കുമ്പോൾ അവിടെയൊക്കെ നമുക്കുണ്ടാക്കുന്ന ആ ക്യാമ്പസിലൊക്കെ കിട്ടുന്ന ഒരു ഇൻട്രാക്ഷൻ വിത്ത് ഗ്രേറ്റ് പ്രൊഫസേഴ്സ്, അതുപോലെ തന്നെ നമ്മുടെ കൂടെ പഠിക്കുന്ന മിടുക്കരായ കുട്ടികൾ, അവരുമായിട്ടൊക്കെ കിട്ടുന്ന ഒരു ഇൻട്രാക്ഷനും ഒരു ക്യാമ്പസ് ലൈഫും അതിലൂടെ കിട്ടുന്നൊരു മെച്യൂരിറ്റിയും അതിലൂടെ കിട്ടുന്നൊരു കാഴ്ചപ്പാടും അതിനനുസരിച്ചുണ്ടാകുന്ന ഒരു കരിയർ കറക്ഷനും ഒക്കെ അവരുടെ ലൈഫിൽ നടക്കണം. ഇതൊന്നും ഉണ്ടാവുന്നില്ല. ഏതോ ഒരു കോഴ്സിൻ്റെ പുറകിനങ്ങ് പോവാണ്. പലപ്പോഴും ഇത്തരം കുട്ടികളൊക്കെ പോയിരിക്കുന്ന ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിലൊക്കെയാണ്. ആ യൂണിവേഴ്സിറ്റികളെന്ന് പറഞ്ഞാൽ ഒരു 3rd ടയറിലൊക്കെ നിൽക്കുന്ന യൂണിവേഴ്സിറ്റികളാണ്. പക്ഷേ അവരത് ഭയങ്കരമായിട്ട് പതപ്പിച്ച് നമ്മളെ മുതലെടുക്കുകയാണ്. ഞാനിത് സന്ദർഭോചിതമായി പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ. ഇങ്ങനെ വലിയ വലിയ കോഴ്സിൻ്റെ ഒക്കെ പുറകിന് പോകുന്നിട്ട് ഇതിനൊക്കെ വിദേശ രാജ്യത്തൊക്കെ ഭയങ്കര ഡിമാൻഡാണ്. വിദേശ രാജ്യത്തെ അവസ്ഥ നമുക്കറിയാമല്ലോ. എത്ര പേർക്കാണ് വിദേശ രാജ്യത്ത് ജോലി കിട്ടുന്നത്? ഞാൻ ഇച്ചിരി മുമ്പ് എക്കണോമിക്സ് പഠിക്കാനായിട്ട് UK പോയ ഒരു കുട്ടിയുടെ കാര്യം അതിൻ്റെ അമ്മയായിട്ട് ചർച്ച ചെയ്ത്, ആ കുട്ടി വളരെ മിടുക്കിയായിട്ട് ഇവിടെ പഠിച്ചിരുന്ന ഒരു കുട്ടിയാണ്. മാസ്റ്റേഴ്സ് എടുക്കാനായിട്ട്, എക്കണോമിക്സ് എടുക്കാനായിട്ട് അവിടെ പോയി. ഇനിയിപ്പോൾ 2 മാസം കൂടെ ആ കുട്ടിക്കുള്ളൂ. ആ കുട്ടിക്ക് ഇതുവരെ ഒരു ജോലി ആയിട്ടില്ല. എന്ത് ചെയ്യണമെന്നറിയില്ല. വലിയ ഫ്രസ്ട്രേഷൻ. വലിയ നല്ല യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച നല്ല അക്കാഡമിക്കലി വളരെ മിടുക്കിയായിട്ടുള്ളൊരു കുട്ടിയുടെ കാര്യമാണ് ഈ പറയുന്നത്. ഒരു രാജ്യത്തും ഈ പറയുന്ന ജോലികളൊന്നും, നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും പലയിടത്തും ഇല്ല. വലിയ വലിയ കോഴ്സുകളൊക്കെ എടുത്താണ് പഠിക്കുന്നത്, പക്ഷേ പലയിടത്തും ഇതൊന്നുമില്ല. ഇതിൻ്റെ അടിസ്ഥാന കാര്യത്തിലേക്കാണ് ഞാൻ വരുന്നത്. ഞാൻ പറഞ്ഞത് പ്രധാനമായിട്ടും കുട്ടികളിൽ നല്ലൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാകും. നല്ലൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിലൊരു ഗുണം എന്താ? പലയിടത്തും ഇരുന്ന് പലതും കേൾക്കാനും പലതും വായിക്കാനും പലതും മനസ്സിലാക്കാനും. ആറ്റിറ്റ്യൂഡ് ബെറ്റർ ആകുമ്പോൾ നമ്മുടെ മനസ്സിലാക്കലുകൾ ബെറ്റർ ആകും. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ പറ്റിയുള്ള കാഴ്ചപ്പാടിലൊക്കെ കുറച്ചുകൂടി ഒരു ഇരുത്തം വരും, കുറച്ചുകൂടി ഒരു മെച്യൂരിറ്റി വരും. ഇത് പേരൻസിനോട് ആണ് ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്നത്. എങ്ങനെങ്കിലും കൊണ്ടുവന്ന് എന്തെങ്കിലുമൊക്കെ ആക്കാനായിട്ട് ശ്രമിക്കുന്ന പേരൻസിനൊക്കെ നാളെ വലിയ അബദ്ധം ഉണ്ടാകും. മാത്രമാണോ ഒരു ജോലി എന്ന് പറയുന്ന ഒരൊറ്റ കാര്യത്തിലല്ല, ജീവിതം, ബന്ധങ്ങൾ, ഫ്രണ്ട്ഷിപ്പ്, സോഷ്യൽ ആയിട്ടുള്ള കണക്ഷൻസ്, ഇതെല്ലാം ഉണ്ടെങ്കിലേ നമുക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ. ഇന്ന് പല ആൾക്കാരുടെ അവസ്ഥ ഭയങ്കര ഹൈലി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കോഴ്സൊക്കെ പഠിച്ച പല ആൾക്കാരും ജീവിതത്തിൽ ടോട്ടൽ പരാജയമാണ്. അവരുടെ മക്കളുമായിട്ട് അവർ വലിയ പരാജയത്തിലാണ്. അവരുടെ കുടുംബജീവിതം തകരാറിലാണ്. എന്താ കാര്യം? പല കാര്യങ്ങളും ഡെവലപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു പടിപടിയായി പഠിച്ചു വരുന്നവർക്കൊക്കെ ഉള്ളൊരു ഗുണം അവരിലൊരു നല്ല മെച്യൂരിറ്റി, ഒരു ഇരുത്തം വന്ന അവസ്ഥയൊക്കെ ഉണ്ടാവും. ഇത് കച്ചവടക്കാർക്ക് ഞാനീ പറയുന്നത് ഇച്ചിരി പെയിൻഫുള്ളായിട്ട് തോന്നും. അത് എൻ്റെ വിഷയമല്ല. അതുപോലെ സെൽഫ് കോൺഫിഡൻസ്, അവനവനിലായിരിക്കണം വിശ്വാസം. അല്ലാതെ ഒരു കോഴ്സിലോ ഏതെങ്കിലും ഒരു ടൈറ്റിലോ ഒക്കെ വിശ്വസിച്ച് പോകുന്ന കുട്ടികളുടെ കാര്യം വലിയ അപകടമാണ്. ഏതെങ്കിലും രാജ്യത്ത് ചെന്നാൽ രക്ഷപ്പെടുമെന്നൊക്കെ വിചാരിക്കുന്ന വലിയ അപകടമാണ്. ഇനി നമ്മളുടെ വിശ്വാസം വരേണ്ടത് അവനവൻ്റെ കഴിവിലാണ്. അവനവൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുക. അവനവൻ ഒരു മാസ്റ്ററിയിലേക്ക് വരും തോറും നമ്മൾ നമ്മുടെ ജീവിതം സേഫാക്കി. നമ്മളിൽ ഉണ്ടാവേണ്ട ഒരു മാസ്റ്ററി, അത് ഇൻസൈഡ് ഔട്ടാണ് സംഭവിക്കേണ്ടത്. പുറത്തെവിടെയാണ് ഇതൊക്കെ ഇരിക്കുന്നത് എന്നൊക്കെയാണ്. പലരും ചില യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കാൻ പോയി എന്നൊക്കെ പറഞ്ഞ് വലിയ സംഭവമാണ്. 2 കൊല്ലം കഴിയുമ്പോൾ എന്തോ ആയി ചോദിക്കുമ്പോൾ എല്ലാം തകരാറിലാണ്. എന്താ കാര്യമെന്ന് ചോദിച്ചാൽ അവരിലല്ല അവരുടെ വിശ്വാസം. ആ കോഴ്സിനെ, ആ പർട്ടിക്കുലർ കോളേജിനെയൊക്കെ വിശ്വസിച്ച് പോയതാണ്. ഏതോ ഒരു രാജ്യത്ത് ചെന്ന് പഠിച്ചാൽ എന്തോ ആവും എന്നൊക്കെ പറഞ്ഞ് പഠിക്കാനൊക്കെ പോയ പലരെയും പിന്നീട് ഒന്നും ആവാതെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പറയുകയാണ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽ ദ കോമൺ ഡിനോമിനേറ്റർ ഓഫ് ലീഡർഷിപ്പ്. ഏത് രംഗത്തും ഒരു ലീഡർ ആവണമെങ്കിൽ, ഒരു മികച്ചൊരു വ്യക്തിത്വമാണെങ്കിൽ, ഒരു ഇഫക്റ്റീവ് പേഴ്സണാലിറ്റി ആവണമെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് തന്നെയാണ് ഏറ്റവും പ്രധാനം. കാരണം നിങ്ങൾ മറ്റുള്ളവരെ എങ്ങനെ കൺവിൻസ് ചെയ്യുന്നു, മറ്റുള്ളവരോട് എങ്ങനെ കാര്യങ്ങൾ കൺവേ ചെയ്യുന്നു, അതിനനുസരിച്ചാണ് നിങ്ങളുടെ വിജയം, നിങ്ങളുടെ വളർച്ച. അത് നിരന്തരമായി ഡെവലപ്പ് ചെയ്തേ പറ്റുള്ളൂ. ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ചോദ്യങ്ങളില്ല. ക്ലാസ്സൊക്കെ നിർത്തി ഞാൻ വെളിയിൽ ഇറങ്ങി കഴിയുമ്പോൾ എല്ലാവരും ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഓടി വരികയാണ്. എന്താ മക്കളെ ക്ലാസ്സിനകത്ത് വെച്ച് ചോദിക്കാൻ, അത് പേടിയാണ്, എങ്ങനെ ചോദിക്കണമെന്ന് അറിയില്ല. ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് 20 വയസ്സായിട്ടും വരാത്ത കുട്ടികൾ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നൊക്കെ വിളിച്ച് ചോദിക്കുന്നു, സാറേ ഇപ്പോൾ ഡിഗ്രി ഫൈനൽ ഇയർ ആണ്, കുട്ടികൾക്ക് പ്ലേസ്മെൻറ്റ് കിട്ടുന്നില്ല, പ്ലേസ്മെൻറ്റിന് കമ്മ്യൂണിക്കേഷൻ 20 വയസ്സിലും 25 വയസ്സിലും ഒന്നും കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉണ്ടാക്കാൻ പറ്റില്ല. അത് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കി തുടങ്ങാം. പേരൻസൊക്കെ ആ കാര്യത്തിൽ അവരോട് ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നിരന്തരമായി ചോദിക്കുകയും വീട്ടിൽ തന്നെ ഇരുന്ന് ചർച്ചകളൊക്കെ ചെയ്യുകയും പല കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും അത്തരം അവസരങ്ങളൊക്കെ സ്കൂളിലും കോളേജിലും കമ്മ്യൂണിറ്റിയിലും എല്ലാം സൃഷ്ടിക്കുകയും നല്ല ട്രെയിനിങ് പ്രോഗ്രാമുകൾ യൂത്തിനൊക്കെ ക്ലാസ് വയ്ക്കുമ്പോൾ അവരെ മാനിച്ചുകൊണ്ട്, അവരെ ഓരോരുത്തരെയും കണ്ട ഒരു കൂട്ടം ആൾക്കാരെല്ലാം കൂടെ ഒരിടത്തോട്ട് തള്ളിക്കയറ്റി ഇരുത്തിയിട്ട് ഒരു ക്ലാസ്, അങ്ങനെയല്ല. ഓരോ കുട്ടികൾക്കും ഒരു സ്പേസ്, ഓരോരുത്തർക്കും ഇൻട്രാക്ട് ചെയ്യാനും അവർക്ക് ചോദ്യം ചോദിക്കാനും ഒക്കെയുള്ള പബ്ലിക് സ്പീക്കിംഗ് ഒക്കെ കുട്ടികളെ പഠിപ്പിക്കണം.
ഒരു ജനറൽ അവയർനെസ് അവരിലുണ്ടെന്ന് പേരൻസ് ഉറപ്പുവരുത്തണം, സ്കൂളുകൾ ഉറപ്പുവരുത്തണം. അവരുടെ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ഫൗണ്ടേഷനാണ് ജനറൽ അവയർനെസ് എന്ന് പറയുന്നത്. ജനറൽ അവയർനെസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും ഒക്കെ ആയിട്ടൊന്ന് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇല്ലെങ്കിൽ എന്തോ ഒരു അരാജകത്വം അവരിലുണ്ടാവും. ഇതെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ട്രെയിനിങ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന പല കാര്യങ്ങളും ഈ ഒരു ആൾക്കൂട്ടം എന്നുള്ളതിനപ്പുറത്തേക്കൊന്നും പോകുന്നില്ല. കുട്ടികൾക്കൊക്കെ നല്ല ട്രെയിനിങ്, നല്ല മെൻറ്റേഴ്സ്, നല്ല ഗൈഡൻസ് എല്ലാവരുടെ ജീവിതത്തിലുണ്ടാവട്ടെ. അധികം കുട്ടികൾ നമുക്കില്ല. ഉള്ള കുട്ടികളെ നന്നായി ഫിനിഷ് ചെയ്ത് നല്ല ഇഫക്റ്റീവ് പേഴ്സണാലിറ്റീസാക്കി ലോകത്തിന് കൊടുത്താൽ വലിയ വിലയായിരിക്കും അവർക്കുണ്ടാവുക. അവരുടെ അടിസ്ഥാനം നന്നായാൽ മാത്രമേ അവർക്ക് നല്ല കരിയറും നല്ല ജോബും നല്ല ഫാമിലി ലൈഫും നല്ല സോഷ്യൽ ലൈഫും നല്ല സ്പിരിച്വൽ ലൈഫും എല്ലാം ഉണ്ടാവുകയുള്ളൂ. അടിസ്ഥാനമില്ലാത്തത് നിലനിൽക്കില്ല. അതുകൊണ്ടൊന്ന് ശ്രദ്ധിച്ചാൽ വളരെ നന്നായിരിക്കും. ഈ കാര്യങ്ങൾ പലപ്പോഴും കാണുമ്പോൾ വലിയ ഡിസ്റ്റർബൻസ് തോന്നുന്നത് കൊണ്ടാണ് പല പേരൻസും അവർക്ക് മക്കൾക്ക് കൊടുക്കുന്ന കരിയർ പരമായ ഗൈഡൻസൊക്കെ വളരെ ഓക്വേർഡാണ്. എന്തൊക്കെയോ ഒരു കോഴ്സ് പഠിച്ചാൽ എന്തൊക്കെയോ, അതൊക്കെ ആ കാലമൊക്കെ പോയി. ഇനി അങ്ങനെയൊന്നുള്ളൊരു കാലമൊന്നുമില്ല. കുട്ടികളുടെ ഫൗണ്ടേഷണൽ ആസ്പെക്റ്റ് സ്ട്രോങ് ആണെങ്കിൽ അതിന് മേളോട്ട് എന്ത് വേണേലും ഏത് സാഹചര്യത്തിൽ വേണേലും, അവരൊരു ജനറൽ കോഴ്സ് പഠിച്ച ഒരാളാണ്, ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച ഒരാളാണ്, ഒരു കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് പഠിച്ച ഒരാളാണ്, അവർക്ക് എന്തിലോട്ട് വേണേലും പെട്ടെന്ന് ഡൈവേഴ്സിഫൈ ചെയ്ത് പോയി ആ സാഹചര്യങ്ങളെ മുതലെടുക്കാനായിട്ട് പറ്റും, പ്രൊവൈഡഡ് ദ ഫൗണ്ടേഷൻ ഇസ് സ്ട്രോങ്. നേരെ മറിച്ച് എന്തെങ്കിലുമൊക്കെ ഭയങ്കര സ്പെഷ്യലൈസേഷനൊക്കെ എടുത്തു വെച്ചിട്ട് അതിൻ്റെ ഒന്നും കിട്ടാതെ വരുമ്പോൾ ഫ്രസ്ട്രേഷൻ, ഞാൻ വേറെ ജോലിയൊന്നും ചെയ്യില്ല, എനിക്ക് വേറൊന്നും അറിയില്ല എന്നൊക്കെ പറയുന്ന അവസ്ഥയിൽ പലരും ചെല്ലുന്നു. പലരും പഠിച്ചു വരുന്ന സാധനങ്ങളൊക്കെ പഠിച്ചു വരുമ്പോൾ ചിലപ്പം കാണത്തുപോലുമില്ല. അത്രയും സ്പീഡിലാണ് ടെക്നോളജിയും മറ്റും മാറുന്നത്. അടിസ്ഥാനപരമായി സ്ട്രോങ് ആവാൻ എല്ലാവരും ശ്രമിക്കുക. ഇത് നല്ലതെങ്കിൽ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ കമ്മ്യൂണിറ്റിയിൽ നിരന്തരമായി നടക്കുന്ന ചർച്ചകളും ഒക്കെ സന്തോഷം. കൂടുതൽ ചിന്തകളും ചർച്ചകളും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. താങ്ക് യു ഓൾ. ഹാപ്പി ലിവിങ്.